ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു ചെറിയ ടിപ്പുമായിട്ടാണ്. നമ്മളെല്ലാവരും രാത്രിയിൽ കിടക്കുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിക്ക് വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴോ അതെല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് ആകെ മൊത്തം പോയി കിടക്കുന്നുണ്ടാവും അല്ലേ. പിന്നെ അതുമാത്രമല്ല, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ രാത്രി മാത്രമല്ല കേട്ടോ, രാവിലെ എണീക്കുമ്പോൾ മാത്രമല്ല, പകലാണെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ വിരിച്ചിട്ടാലും അവർ കയറി കളിച്ച് അത് മൊത്തം അലമ്പാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും. നമുക്ക് പിന്നെ വേറെ അത് എത്ര ചാടി കളിച്ചാലും അതത്ര പോകത്തില്ല. സാധാരണ മടക്കുന്ന പോലെയല്ല, കാരണം മടക്കി കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് പൊക്കി, കുട്ടികളുള്ളിടത്ത് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് പൊക്കിയിട്ട് അത് മാറിപ്പോകും. കാരണം ഇവിടെ തന്നെ അത് ആ ഒരു അവസ്ഥയാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അതെന്തായാലും സക്സസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ബെഡ്ഷീറ്റ് നമുക്ക് അളവെടുക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബെഡ് ഇട്ടിരിക്കുന്നത്. നേരെ ഇട്ട് കഴിയുമ്പോൾ ഈ രണ്ട് സൈഡും പടിയുള്ളതുകൊണ്ട് നമുക്ക് അളവ് കറക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വെച്ചിട്ട് അളവ് നോക്കാം. അപ്പോൾ ഇത് നല്ല വശമാണ്. നമുക്ക് ഇതിൻ്റെ മറച്ചിട്ടിട്ടാണ് നമുക്ക് ബെഡിൽ വിരിക്കേണ്ടത് കേട്ടോ. വിരിച്ചിട്ട് വേണം നമുക്ക് അളവെടുക്കാൻ. അപ്പോൾ 4 സൈഡും ഒരേപോലെ ഈക്വലായി വരത്തക്ക രീതിയിൽ വേണം നമുക്ക് വിരിക്കാനായിട്ട്. അതല്ലെങ്കിൽ അടിച്ച് നമ്മളിതൊക്കെ ചെയ്ത് ഫിക്സാക്കി കഴിയുമ്പം ഏങ്കോണിച്ചിരിക്കും. അപ്പോൾ ഒരുവിധം നമ്മൾ 4 സൈഡും ഈക്വലാണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 സൈഡും ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കോർണറും എടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഫിക്സ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് തയ്ക്കേണ്ട ഭാഗമുണ്ട്. നമുക്കിത് മാർക്ക് ചെയ്യുന്നത്, തയ്ക്കേണ്ട ഭാഗം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് ഈ ബെഡിനോട് ചേർന്ന് ടൈറ്റായിട്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ കോർണറിൽ ടൈറ്റായിട്ട് പിടിക്കുക കേട്ടോ, കാരണം അത് ഫിക്സ് ആക്കാനുള്ളതാണ്. എന്നിട്ട് ഒരു സൈഡിലോട്ട് ഒന്ന് മടക്കുക. ഇത് ഈ കാണുന്ന പാർട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ സൈഡ് ബെഡ്ഷീറ്റിൻ്റെ അങ്ങോട്ട് വെച്ച സൈഡ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെ കോർണറിൽ തന്നെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഈ ബെഡിൻ്റെ കോർണറിൽ മാർക്ക് ചെയ്യുക ബെഡ്ഷീറ്റ്. നോക്കുക, ഇതേ ഇപ്പോൾ ഈ 2 സൈഡിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമുക്കിത് ഇങ്ങനെ അടിച്ച് താഴെ വരെ എത്തിക്കണം കേട്ടോ. ഇതിങ്ങനെ അടിച്ച് താഴെ വരെ എത്തിക്കുക. കാരണം ഇതാണ് നമുക്ക് ബെഡിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള സാധനം. ഇത് ഫിക്സായിട്ട് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് 4 ഭാഗത്തും മാർക്ക് ചെയ്തിട്ട് വരാം. വളരെ പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. അങ്ങനെ 4 ഭാഗവും ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കാണിച്ചു തരാം ഏത് പാർട്ടാണ്. ഇത് കണ്ടോ. ഇനി നമുക്ക് അടിക്കേണ്ട ഭാഗം ഇതാണ്. ഇങ്ങനെയല്ലേ 2 സൈഡിലും മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ വച്ചിട്ട് ഇത് രണ്ടും ഒപ്പം വരത്തക്ക രീതിയിലല്ല, അത് വേറെ അളവൊന്നും നോക്കണ്ട. ഇത് 2 ഭാഗവും ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ താഴേക്ക് അടിച്ചു വിട്ടാൽ മതി. താഴേക്ക് ഇങ്ങനെ അടിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഇവിടെ ലെവൽ വ്യത്യാസം നോക്കണ്ട. നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും തമ്മിലുള്ള ലെവൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ്, കറക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ അതൊന്നും ബാധകമായിരിക്കില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി 4 പാർട്ടും അടിച്ചിട്ട് വരാം. ഇതിങ്ങനെ അടിച്ചു. ഇതിങ്ങനെ ഫുള്ളില്ലായാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 4 സൈഡും അടിക്കാം.
അതേ 4 സൈഡും നമ്മൾ ഇതേപോലെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബെഡിൽ വിരിച്ച് നോക്കാം. അപ്പോൾ ഇത് തിരിച്ചിട്ടാണ് നമ്മൾ ബെഡിലിടുക. അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ നല്ല ഭാഗം ദേ ഇതാണ് നമ്മൾ ബെഡിൻ്റെ കോർണറിൽ വരും ഈ പോർഷൻ. നമുക്കിത് വിരിച്ചിട്ട് നോക്കാം. ഇപ്പം ഇതാണ് അടിച്ച പാർട്ട്. ഇതിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല. നിങ്ങൾ ദേ ഇത് വീതിക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ വിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. നമ്മൾ ഈ സൈഡ് ഇതായിരുന്നു നമ്മുടെ ബെഡിൻ്റെ വീതിക്ക്. അതിങ്ങനെ ഇതിലേക്ക് ഇറക്കുക. ഇനി ഇതേപോലെ തന്നെ ഇതായിരുന്നു ഈ ബെഡിൻ്റെ വീതിക്ക് നമ്മളെടുത്തത്. ഇവിടേക്ക് ഇറക്കുക. അതേപോലെ മറ്റേ സൈഡും ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കണം. കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മാറിപ്പോകും. പക്ഷെ ഏകദേശം നമ്മുടെ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കറക്റ്റ് ആയാൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ 4 സൈഡും വെച്ചു. ഇനി നമുക്ക് ബെഡ് തിരിച്ചിട്ട് നോക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ വെച്ചത്. നമുക്ക് ബെഡ് നീ തിരിച്ചിടാം. അപ്പോൾ ഇത് നമ്മൾ 4 സൈഡും ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും നമ്മൾ പൊക്കിയാലൊന്നും അങ്ങനെ പോരത്തില്ല. ഇനി ആർക്കും വേണമെങ്കിൽ ചാടിയോ എന്തെങ്കിലും കളിക്കാം. കുഞ്ഞുണ്ണിയെ അത് വിട്ടു പോകത്തില്ല. എന്താ 4 സൈഡ് ഇങ്ങനെ ഫിക്സ് ആയിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പൊ പരീക്ഷ നോക്കിയിട്ട് ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ഇടുക. നല്ല ഫിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.